എൻ്റെ വലിയൊരു നമസ്കാരം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയ കേരളം ഞാൻ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ. അതിലൊരു ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതിൽ ഫസ്റ്റ് എനിക്ക് പറയുന്നത് താങ്ക് യു സോ മച്ച് KLF for inviting me, to giving me this wonderful opportunity to share stage with such inspirational, distinguished personalities. Huge fan now. So I'm going to cherish this memory forever and ever. It's etched in my brain. Thank you so much. Thank you so much. So thank you KLF for making me a beautiful part of this event. പിന്നെ കോഴിക്കോടിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് സന്തോഷിച്ച് തിരിച്ചെത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ സ്നേഹം അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ്. അത് എനിക്ക് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ എന്നും ഞാനെൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. പിന്നെ KLFനെ വേണ്ടി ഞാൻ വായിക്കുകയായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ ഒരു റീഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത്. സോ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിക്കുന്നത് ബോബനും മോളിയും മാത്രമാണ്. ബോബനും മോളിയും എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് എല്ലാം ബോബനും മോളിയുടെയും ഭയങ്കര ഫാനായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ കുറച്ച് റീഡിങ്ങൊക്കെ കുറഞ്ഞ് വന്നു, ഒന്നും വായിക്കാറില്ല. പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. സോ ആളെ എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നു. ഞാൻ ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്ക് വേഗം വായിച്ചു തീർത്തു. അതിനെപ്പറ്റി സംസാരിക്കാനും ഞാൻ ഭയങ്കര ഒരു സീരിയസ് ബുക്ക് റീഡറാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് അറിയിക്കാൻ വേണ്ടി ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വായിച്ചു തീർത്ത ഒരു ബുക്കാണ് ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. അത് വായിച്ചതിന് ശേഷം സത്യം പറയാൻ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. ഇത് ആളെ ഇംപ്രസ് ചെയ്യുന്നതിനേക്കാളും മേലെ ഞാൻ ഇംപ്രസ്ഡ് ആയി. ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് കാലം അതിൻ്റെ പിറകെയായിരുന്നു. ഞാൻ പുതിയ ബുക്സ് വാങ്ങിക്കുന്നു, അതിനെപ്പറ്റി വായിക്കുന്നു, പിന്നെ ചില ബുക്ക് കഴിഞ്ഞു പോകുമ്പോൾ കരയുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെയും ഞാൻ അങ്ങനത്തെ ഒരു ശീലം മുഴുവൻ തീർന്ന് ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ബുക്സ് വായിക്കുന്നത് വളരെ കുറവാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വണ്ടിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു, എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് ഒരു ബുക്ക് വായിച്ചത് പറയാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പറഞ്ഞത്. പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മൾ പിന്നെ ഇൻസ്പയർ ആവുകയാണ്. ഇനി നമ്മൾ ഒരുപാട് നല്ല അല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഒരു മനുഷ്യരുള്ളിടത്തോളം കാലം KLF തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും വൻ വിജയമായി. ഈ ഒരു ക്രൗഡ് തന്നെ അതിനൊരു പ്രൂഫാണ്. എഴുത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഒരു ക്രൗഡ് മാത്രം മതി അതിനൊരു പ്രൂഫായിട്ട്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് പേരുടെ ഉള്ളിലും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെയും പേരിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടാവും. ഞാൻ വരെ എഴുതിയിട്ടുണ്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പൂച്ചയുടെ കവിത. അതുകൊണ്ട് അത് പിന്നെ ഞാൻ വളരാൻ അനുവദിച്ചില്ല. എന്തായാലും അത് വളരെ മുടിക്കളയാണ് ഉണ്ടായത്. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. തരുന്ന എല്ലാ സ്നേഹത്തിനും എനിക്ക് വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരുക എന്ന് എനിക്കറിയാം. ഓൾവേസ് ഗ്രേറ്റ്ഫുൾ, ഓൾവേസ് ഇൻ മൈ ഹാർട്ട്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.